നമസ്കാരം, മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം പഞ്ചായത്തിലെ കടമ്പൂര് എന്ന് പറയുന്ന പ്രദേശത്തിലെ ഒരു വലിയ തറവാട് വീടും 1 ഏക്കർ സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഈ കാണുന്നതാണ് റോഡ്. ടാർ റോഡ് ഫ്രണ്ടേജാണ്, ബസ് റൂട്ടാണ് നിലവിൽ. ആ ബസ് റൂട്ടിൽ നിന്ന് താഴത്തേക്ക് ഏകദേശം ഈ ഒരു ലെവൽ വരെ നമുക്ക് വന്ന് കാറ് കൊണ്ട് നിർത്താനുള്ള സ്പേസ് ആക്കിയിട്ടുണ്ട്. വീട് നിൽക്കുന്നത് താഴത്താണ് കേട്ടോ. ഏകദേശം തൊട്ടടുത്തുള്ളൊരു വീടാണ്. അവരിതിൻ്റെ നമ്മുടെ പ്ലോട്ടിനോട് നേരെ ചേർന്നിട്ടുള്ളൊരു വീടും കൂടിയാണ്. അപ്പോൾ അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നമുക്ക് വീട് കെട്ടാവുന്നതാണ് കേട്ടോ. 1-2 വീടോ വേണമെങ്കിൽ കെട്ടാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ പിൻവശം. ഒരു ചെറിയൊരു ഇറക്കം കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്. വീടിൻ്റെ ഉമ്മറത്തേക്ക് പോകുന്ന വഴി നമുക്ക് ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് ക്ലിയർ ആക്കാണ്ട് വഴി ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി. കയറി പോകുമ്പോൾ നല്ല കിണറുണ്ട് കേട്ടോ. കിണർ പറഞ്ഞാൽ നല്ല വൃത്തിയാക്കി മൂടി നമുക്ക് മഴയാണെങ്കിലും ഉള്ളിൽ കോരാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് വെള്ളമൊന്ന് കാണിച്ചു തരാം. വലയൊക്കെ വെച്ച് നല്ല മൂടി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വെള്ളം തന്നെ കേട്ടോ, നല്ല തെളിഞ്ഞ വെള്ളം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള കാഴ്ചകൾ. പുറത്ത് ഇനിയും കാണാനുണ്ട്. അത്യാവശ്യം കുറച്ചധികം സ്ഥലമുള്ളതുകൊണ്ട് തന്നെ ഞാൻ വിഷ്വലൊക്കെ ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഭയങ്കര ലെങ്ത് പോലെ തോന്നും. അപ്പോൾ ബസ് റൂട്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ ദൂരം മാത്രമേ ഉള്ളൂ. കടമ്പഴിപ്പുറം ടൗണാണ് ഇതിൻ്റെ അടുത്ത് വരുന്നത്. കടമ്പഴിപ്പുറം ടൗണിലേക്ക് ഇവിടെ നമുക്ക് ഏകദേശം 5 കിലോമീറ്ററാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ് കേട്ടോ. അത് പറമ്പ് ഇനത്തിൽ വരുന്നൊരു ആധാരം കൂടിയാണ്. പറമ്പിൽ കുറച്ച് കവുങ്ങുകൾ, ഒരു 10-15 തെങ്ങ്, അത് നല്ല രീതിക്ക് കായ്ക്കുന്ന തെങ്ങുകളാണ് കേട്ടോ. എല്ലാ തെങ്ങിൻ്റെ മുകളിലോട്ട് നോക്കിയാലും അത്യാവശ്യം നല്ല തേങ്ങ കായ്ക്കുന്ന തെങ്ങുകൾ തന്നെയാണ്. പിന്നെ പ്ലാവ്, മൂച്ചി, തേക്ക് തുടങ്ങിയ അനുഭവങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഉമ്മറത്തുനിന്ന് ഇതുപോലൊരു പടിക്കെട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് വീടിനൊരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ തൊടിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ നമ്മുടെ തൊടിയിലേക്ക് ഇറങ്ങാനോ വളരെ ഉപകാരവുമാണ്. ഇതാണ് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഉള്ളൊരു വ്യൂ. ഒരു ട്രഡീഷണൽ വ്യൂ ആണ് കേട്ടോ വീടിനുള്ളത്. പഴയ വീടിൻ്റെ ഒരു ട്രഡീഷണൽ ലുക്കാണ് ഈ വീടിന് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗി നമുക്ക് തോന്നും ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത്. വീട് കുറച്ച് ഇറക്കത്തിലാണെന്നുണ്ടെങ്കിലും ഇറങ്ങി വീട് നിൽക്കുന്ന ഭാഗം വളരെ സമനിരപ്പായിട്ട് തന്നെ കൃത്യമായിട്ട് അവർ പ്ലോട്ട് തിരിച്ചിട്ടുണ്ട്. മുകളിലുള്ള കഴുക്കോലുകളൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അതായത് നിലവിൽ ചെതലുകൾ കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല. അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. വീടിന് സൈഡ് വശത്തായിട്ടും അത്യാവശ്യം സ്ഥലമുണ്ട് കേട്ടോ. ഈ പറഞ്ഞ പോലെ വീട് ഇറക്കത്തിലാണെന്നുണ്ടെങ്കിലും നമുക്കൊരു 3-4 തട്ടായിട്ട് വീടുകളൊക്കെ കയറ്റാൻ പറ്റുന്ന പോലത്തെ ഒരു സെറ്റപ്പിൽ തന്നെയാണ് കേട്ടോ. വീടിൻ്റെ പുറകുവശവും അത്യാവശ്യം നമുക്ക് സ്ഥലം വിട്ടിട്ടുണ്ട്. ഈ കടമ്പഴിപ്പുറം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. പലരും ജില്ല മനസ്സിലാവാതെ ചോദിക്കാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പാലക്കാട് ജില്ലയിലാണ് കടമ്പഴിപ്പുറം എന്ന് പറയുന്ന പഞ്ചായത്ത്. അവിടെ കടമ്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ തറവാട് വരുന്നത്. നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കാം കേട്ടോ. സാധാരണ ഇത്തരം വീടുകളിൽ റൂമുകളും ഹാളുകളൊക്കെ ചെറുതായിരിക്കും. പക്ഷേ ഈ വീട് നേരെ വ്യത്യസ്തമായിട്ട് ഹാള് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് കേട്ടോ. പണ്ട് കാലത്ത് ഇതിനെ പൂമുഖം എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പൂമുഖം അത്യാവശ്യം വലിപ്പമുള്ളൊരു പൂമുഖം തന്നെയാണ്. നമ്മൾ ഈ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹാളാണ്, നല്ല സൗകര്യമുണ്ട്. അവിടെ നിന്ന് നേരെ നമുക്കൊരു ചെറിയൊരു സ്റ്റോർ റൂം പോലെ കാണാം. ചെറിയൊരു കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ റീഡിങ് റൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപയോഗിക്കാമെന്ന ചെറിയൊരു റൂമാണ് കേട്ടോ. ഇവിടെയും നമ്മൾ മുകൾ ഭാഗം പരിശോധിച്ചിരുന്നു. ചതലും കാര്യങ്ങളൊന്നുമില്ല. നിലവിൽ അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ബാക്കിയുള്ളത് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ഇടനാഴിക, അല്ലെങ്കിൽ രണ്ടാമത്തെ ചെറിയ ഹാളെന്നും പറയാം. ഇതിൻ്റെ മേലെ മച്ച് ആണ് ഇട്ടിരിക്കുന്നത്. അച്ചൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഒരു ബെഡ്റൂം വരുന്നത്. ബെഡ്റൂം ഈ പറഞ്ഞ പോലെ നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് കേട്ടോ. സാധാരണ നമ്മൾ കാണുന്നതിനെക്കാട്ടിയും വലിപ്പമുള്ള ഒരു ബെഡ്റൂമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത്. പഴയ കാലത്തെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ടിവിയും ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഒരു കൗതുകത്തിൻ്റെ ഭാഗമായിട്ട് അതും നമ്മൾ ചെറുതായിട്ടൊന്ന് എടുത്താണ്. ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ പൂജാമുറി വരുന്നത് കേട്ടോ. അപ്പോൾ പൂജാമുറി ഒരു അത്യാവശ്യം ഒന്ന് ഒരുക്കിയാൽ നല്ലൊരു പൂജാ റൂമായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. ഇതാണ് മറ്റൊരു ബെഡ്റൂം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ബെഡ്റൂമുകളൊക്കെ നല്ല വലിപ്പമുണ്ട്. 2 കട്ടിലോളം ഇട്ടുണ്ട് കേട്ടോ. അടുക്കളയാണ് എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം. കാരണം അത്രയും വിശാലമായ ഒരു അടുക്കളയാണ്. നമുക്കൊരു 2 പേർക്ക് നിന്ന് പെരുമാറാനോ അവിടെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനോ ഉള്ള എല്ലാവിധ സെറ്റപ്പും ഉണ്ട്. അത് മാത്രമല്ല അടുക്കളയിൽ ടൈൽസും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ അടുക്കള മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമായി അടുക്കള. അതിന് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഡൈനിങ് ഹാള് പോലെ ഒരു റൂമുണ്ട് കേട്ടോ. നമ്മുടെ പഴയ ബെഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ഒരു വാഷ് ബേസൊക്കെ കാണാം. ഈ ഭാഗമാണ് നമ്മുടെ വർക്ക് ഏരിയ ആയിട്ട് വരുന്നത്. വർക്ക് ഏരിയയിൽ നിലത്ത് കുറച്ച് പണിയുള്ള പോലെ തോന്നി. ഈ ഭാഗത്ത് നമുക്ക് പാത്രം കഴുകാനും ഒരു കുളി റൂമും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഇത്ര മഴയാണെങ്കിലും മഴ കൊള്ളാതെ നമുക്ക് നിന്ന് വെള്ളം കോരാനുള്ള ഒരു സൗകര്യം ഉണ്ട് കേട്ടോ. പണ്ട് തറവാടുകളിലൊക്കെ മാത്രം കണ്ടുവരുന്നൊരു സംഭവമാണ്. അതൊരു നൊസ്റ്റാളിക് കാഴ്ചയായിട്ട് തന്നെ തോന്നിയിട്ട്. ഇനി നമുക്ക് മച്ചിൻ്റെ മുകളിലേക്കൊന്ന് കയറി നോക്കാം. സാധാരണ നമ്മൾ കാണുന്ന മരത്തിൻ്റെ കോണിപ്പടി തന്നെയാണ്. ഞാനിതിൻ്റെ മുകളിലേക്ക് കയറി പോകുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ബെഡ്റൂമുകളാണെന്നാണ്. പക്ഷേ നേരെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വലിയൊരു ഹാളാണ്. ഞാനിവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പണ്ട് കാലത്ത് നെല്ലുണക്കാനുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ അതിൽ തുണികളും കാര്യങ്ങളാണ് ഉണക്കാനിട്ടിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു ഹാളുണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഇത് റൂമായിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റുന്ന ഹാള് തന്നെയാണ്. വെളിച്ചത്തിൻ്റെ പരിമിതി കാരണം നമ്മൾ കൂടുതൽ അകത്തോട്ട് കയറിയില്ല. ഇതാണ് അപ്പോൾ അതിൻ്റെ വ്യൂ. ഞാൻ പറഞ്ഞ പോലെ വഴി നമ്മൾ കാർ നിർത്തിയതിന് ശേഷം ഇറങ്ങി വരേണ്ട വഴി ഇതാണ്. ഇതൊന്ന് കാറ് ഉമ്മറത്തേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒന്ന് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി വരും. എന്നാലാണ് കുറച്ചും കൂടി ഒന്ന് വൃത്തിയാവുകയുള്ളൂ. അങ്ങനെ ഒരു പണി ഇവിടെ എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് സപ്പോർട്ട് ചെയ്യുക, നമ്മൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കാര്യങ്ങൾ ഇനി കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ബൈ ബൈ.